ഒരു ദിവസം ഒരു നായ്ക്കുട്ടി തന്റെ ഓണറിന്റെ കൂടെ മീൻ പിടിക്കാൻ പോകുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ബോട്ടിൽ ഒരു പക്ഷി വന്നിരുന്നു. നായ്ക്കുട്ടി നോക്കിയിരിക്കെ ആ ബോട്ടിലുണ്ടായിരുന്ന ഒരു പുഴുവിനെ പക്ഷി എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ആ നായ്ക്കുട്ടി കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഓണർ അതിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. വീണ്ടും ആ പക്ഷി ബോട്ടിൽ വന്നു. ആ നേരത്ത് നായ്ക്കുട്ടിക്ക് കുരയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യാനാണ്? കുരച്ചാൽ ഓണർ വഴക്ക് പറയും, അല്ലെങ്കിൽ ഈ പുഴുക്കൾ മൊത്തം പക്ഷി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പക്ഷി വീണ്ടും ഒരു പുഴുവിനെ എടുത്തുകൊണ്ട് പറന്നു പോകുന്നു. അതുകൊണ്ട് നായ്ക്കുട്ടി വീണ്ടും കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഓണർ വഴക്ക് പറഞ്ഞു. ഓണർ തന്നെ വഴക്ക് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും ആ പക്ഷി വന്നു. എന്നിട്ട് പുഴുവിനെ എടുത്ത് പറക്കാൻ തുടങ്ങുമ്പോൾ ആ നായ്ക്കുട്ടി ആ പുഴുവിനെ പിടിച്ച് വലിച്ചു. എന്നിട്ട് രണ്ടുപേരും രണ്ട് സൈഡിലായി വീഴുന്നു. അപ്പോൾ ആ ഓണർ തിരിഞ്ഞു നോക്കും. എന്നിട്ട് ആ പക്ഷിയെ ഓടിക്കുന്നു. അടുത്ത ആ നായ്ക്കുട്ടി ഈ പക്ഷി എവിടെയാണ് പോകുന്നതെന്ന് നോക്കുമ്പോൾ അത് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനാണ് ഈ പുഴുക്കളെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ആ നായ്ക്കുട്ടി ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആ പുഴുക്കളെ എടുത്ത് പക്ഷി കാണാൻ കണക്കിന് വെക്കുന്നു. പക്ഷിയും അത് വന്ന് എടുത്തുകൊണ്ട് പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. പുഴുക്കളെ പക്ഷിക്ക് കൊടുത്തത് കൊണ്ട് ഓണർ വഴക്ക് പറയുന്നു വിചാരിച്ച് വിഷമിച്ച് നായ്ക്കുട്ടി ഇരിക്കും. അപ്പോൾ ആ പക്ഷി കുറച്ച് മീനുകളെ പിടിച്ച് ബോട്ടിൽ കൊണ്ടിടും. അതുകൊണ്ട് ഓണർ ആ നായ്ക്കുട്ടിയെ പ്രശംസിച്ചു. ഈ നായ്ക്കുട്ടിയെ പോലെ നമ്മൾ ലൈഫിൽ സ്വാർത്ഥത കാണിക്കാതെ മറ്റുള്ളവരുടെ കഷ്ടങ്ങളെ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്താൽ മതി, അവർ ഹാപ്പി ആയിക്കോളും.